إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബുൽ ആലമീനായ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും അനുധാവനം ചെയ്ത് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശരിയായ ഈമാൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ താൽപര്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നത്, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ആളുകൾ പുറത്തുപോയി പോകുന്നത് എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ആ ഗണത്തിൽ ഒരുപാട് മനുഷ്യന്മാരെ അതിയായ വലാലത്തിലും വഴികേടിലുമാക്കിയിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ചില ആളുകളെ സംബന്ധിച്ച് അവർ അദൃശ്യമായ കാര്യങ്ങൾ അഥവാ ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ സ്വയം തന്നെ എനിക്ക് അദൃശ്യമായ ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവനാണെന്ന് വാദിക്കുന്നു. ആ രണ്ട് കാര്യങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന, കാഫറായി പോകുന്ന, മുശ്രിക്കായി പോകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇൽമുൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ അറിയുക എന്നതോ അറിയുന്നുണ്ട്, അള്ളാഹുവിന് പുറമെ ആരെങ്കിലും അറിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയോ ചെയ്താൽ ആ രണ്ട് വിശ്വാസവും ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്ലാമിന്റെ ഈമാനും വിരുദ്ധമായി കാഫറായി പോകുന്ന സംഗതിയാണ്. പക്ഷെ ആളുകൾ എത്രയെത്ര ആളുകളാണ് ഇൽമുൽ ഗൈബ് അഥവാ അദൃശ്യമായ വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലലാലത്തിലും വഴികേടിലും ആയിപ്പോകുന്നത്. എത്ര ആളുകളാണ് അതിന്റെ പേരിൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു വസ്തു കണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഓടുന്നത് എങ്ങോട്ടാണ്? അദൃശ്യമായ ജ്ഞാനങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്നവരായ ആളുകളിടത്തേക്കാണ്. നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ നേരെയാകുമോ ഇല്ലേ എന്ന് വ്യാകുലപ്പെട്ട് ഓടുന്നവരായ ആളുകൾ അതിന് ഒരു ചെറിയ വിവരം തരാൻ വേണ്ടി ഓടുന്നത് എങ്ങോട്ടാണ്? അങ്ങനെ ചില ആളുകൾക്കൊക്കെ കഴിവുണ്ട്, അറിയിച്ചു തരാൻ കഴിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും അത്തരം ആളുകളുടെ സന്നിധിയിലേക്കാണ് പോവുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഇസ്ലാമെന്ന് പുറത്തു പോവുക, കാഫറായി പോവുക എന്ന് പറയുന്ന സംഗതിയാണ് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നതാണ് വളരെ ചുരുങ്ങിയ രീതിയിൽ വിശദീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. സൂറത്ത് ഹശ്റിലെ 22-ാമത്തെ ആയത്താണ്. ഹുവല്ലാഹ്, അവനാണ് അല്ലാഹ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരാരാധ്യനായി ആരാധിക്കപ്പെടേണ്ട വേറെ ആരുമില്ല. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ യോഗ്യനായി വേറെ ആരുമില്ല. എന്നിട്ട് പറയുന്നു, എന്തുകൊണ്ട് അല്ലാഹു ആരാധനയ്ക്ക് യോഗ്യനായി? ആലിമുൽ ഗൈബി വശ്ശഹാദ, അവൻ ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവനും ഷഹാദത്ത് അറിയുന്നവനുമാണ്. പിന്നെയോ ഹുവർ റഹ്മാനു അർ റഹീം, അവൻ റഹ്മാനുമാണ് റഹീമുമാണ്. അപ്പൊ അള്ളാഹുവിന്റെ 3 സിഫത്തുകൾ അവിടെ പറഞ്ഞേ. അവൻ റഹീമാണെന്ന് പറഞ്ഞാൽ എന്താ? റഹ്മാനാണെന്ന് പറഞ്ഞാൽ എന്താ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും നോക്കാതെ അള്ളാഹ് കാരുണ്യം കൊടുക്കാന്ന്. പച്ച കാഫിര്യങ്ങളായ ആളുകൾക്കും ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു അവകാശം കൊടുക്കുന്നു. അള്ളാഹിന്റെ കാരുണ്യാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരായ ആളുകളെയൊക്കെ ഞെരിക്കണമെന്ന് അള്ളാഹു താല വിചാരിച്ചാൽ കാഫറായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുത്തൻ തുള്ളി വെള്ളം കുടിക്കാൻ അവകാശമല്ല. പക്ഷെ ദുനിയാവിൽ അള്ളാഹു താല അത് ചെയ്യുന്നില്ല. എല്ലാവർക്കും കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ടാണ് റഹ്മാനായത്. എന്നാൽ റഹീം എന്ന് പറഞ്ഞാലോ, റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അവനെ അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ആ റഹ്മത്തിനെ കുറിക്കുന്നതാണ് റഹീം. അതുകൊണ്ടാണ് വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്നതിന് അർത്ഥം പറയാം. മലയാളത്തിൽ പരമകാരുണികൻ കരുണാനിധി എന്നൊന്നും അർത്ഥം പറയണ്ട, മനസ്സിലായില്ലേ? വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും കാരുണ്യം ചൊരിയുന്നവനാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാലോ, വഴിപ്പെടുന്നവർക്ക് മാത്രം കാരുണ്യം ചൊരിയുന്ന ആ പരലോകത്താണ്. അത് രണ്ടും അള്ളാഹുവിന്റെ സിഫത്താണ്. ആ സിഫത്തുകൾ ഉടയവനാണ് ആര്? ഏകനായ അള്ളാഹ്. അവനെ ഇലാഹാക്കാൻ പാടുള്ളൂ. പിന്നെ പറയുന്നെന്താ? നമ്മളെ സുപ്രധാനമായ വിഷയം ആലിമുൽ ഗൈബി വശ്ശഹാദ, അവൻ ഗൈബ് അറിയുന്നവനുമാണ് ഷഹാദത്ത് അറിയുന്നവനുമാണ്. 2 സംഗതിയാണ് നമുക്കുണ്ടായ. ആലിമുൽ ഗൈബ്, ഗൈബ് അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ. ഷഹാദത്ത് എന്ന് പറഞ്ഞാലോ ദൃശ്യമായ കാര്യങ്ങൾ അറിയും. 2 കാര്യം. ഒന്ന് ദൃശ്യകാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ. അള്ളാഹ്ക്ക് ദൃശ്യമോ അദൃശ്യമോ ഉണ്ടോ? ഇല്ല. അതാർക്കാ ഉള്ളത്? നമ്മൾക്കാ ഉള്ളത്, മനുഷ്യന്മാർക്കാ ഉള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കാണ് എന്തുള്ളത്? ദൃശ്യമായ കാര്യം, അദൃശ്യമായ കാര്യം. നേരം വെളുക്കുക, വൈകുന്നേരമാവുക, രാവുണ്ടാവുക, പകലുണ്ടാവുക, ദിവസം ഉണ്ടാവുക, സമയമുണ്ടാവുക എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ബാധകമായ കാര്യമാണ്. ഇന്നലെ ഉണ്ടാവുക, ഇന്നുണ്ടാവുക, നാളെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ആർക്കുള്ള ബാധകമാണ്? സൃഷ്ടികൾക്ക് ബാധകമാണ്. അള്ളാഹ്ക്ക് ബാധകമാണോ? അല്ല. അള്ളാഹ്ക്ക് ഇന്നലെ, ഇന്ന്, നാളെ എന്നില്ല. അറിയാത്തത് അറിയുന്നതിനില്ല. അങ്ങനെയുള്ളവനാണ് എന്ത്? ആലിമുൽ ഗൈബ്, അദൃശ്യമറിയുന്നവൻ. ഷഹാദത്ത് എന്ന് പറഞ്ഞാലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാഴ്ച, നമ്മളെ അനുഭവത്തിൽ, അറിവിന്റെ അനുഭവത്തിൽപ്പെട്ട്. നമ്മളെ ഇൽമ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും 5 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഇൽമുണ്ടാണ്. മനുഷ്യൻ അള്ളാഹു ഇൽമ് നൽകുന്നത് 5 കാര്യത്തിലൂടെയാണ്. ഒന്ന്, നമ്മൾ കേൾക്കണം, കേട്ടിട്ട് അറിയണം. അല്ലെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അതും അല്ലെങ്കിൽ മൂക്കൊണ്ട് വാസനിപ്പിക്കണം. അതും അല്ലെങ്കിൽ നാക്കൊണ്ടൊന്ന് രുചിച്ചു നോക്കണം. അതല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് തൊട്ടു നോക്കണം. തൊട്ടിട്ട് കാണാൻ പറ്റുന്ന, തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അറിവ് തൊട്ടറിവാണ്. കണ്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, തൊട്ടറിവ്. 5. അതിനാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാം. ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഇൽമിനാണെന്ന് പറയാ ഷഹാദത്ത്. നമ്മുടെ സാക്ഷ്യലോകം, പ്രത്യക്ഷ ലോകം, അതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയാം. അത് നമ്മളെ മാത്രം ബാധകമായ ഒരു കാര്യമാണ്. ആ സാക്ഷ്യം അറിയുക എന്ന് പറഞ്ഞാൽ സാക്ഷ്യമായ കാര്യങ്ങളെ, ഷഹാദത്തായ കാര്യമേ അള്ളാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ടവർക്ക് അറിയാൻ കഴിയും. ആ ഷഹാദത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പൊ അമേരിക്കയിൽ ബോംബ് പൊട്ടിയാൽ നമ്മൾ ഇവിടുന്ന് അറിയോ? കേൾക്കുവോ? ഇല്ല. നമ്മളെ ചെവി അങ്ങോട്ട് എത്തൂല. ടൗണിൽ നിന്ന് എന്തോ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ കാണുമോ? ഇല്ല. എന്താ കാണാത്ത? നമ്മൾ കാഴ്ചക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തുള്ള നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ? ഗൈബാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൈബാണ്. നമുക്ക് കാണാത്ത, അറിയാത്ത, അനുഭവിക്കാൻ പറ്റാത്ത, അതിനപ്പുറത്തുള്ള ഒരു കാര്യം ഗൈബിയായ കാര്യങ്ങളാണ്. എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇന്ന് കാണാൻ പറ്റുന്നത്, നാളെ കാണാൻ പറ്റുന്നത്, കാണാൻ പറ്റാത്തത്, അറിയാൻ പറ്റാത്തത് സംഭവമില്ല. ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം
അവൻ ആലിമുൽ ഗൈബുമാണ്, ആലിമു ഷഹാദയാണ്. നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അള്ളാഹ്ക്കറിയാം, അള്ളാഹിന്റെ ഇൽമിൽപ്പെട്ടതാണ്. നമ്മൾക്കറിയാത്ത ഒരു സൃഷ്ടിക്കും അറിയാൻ പറ്റാത്ത കാര്യങ്ങളും അള്ളാഹ്ക്കറിയാം. അള്ളാഹു ആലിമുൽ ഗൈബാണ്. അപ്പൊ അള്ളാഹു ആലിമുൽ ഗൈബും ഷഹാദത്തുമാണെന്നുള്ള അള്ളാന്റെ സിഫത്താണ്. ഇനി അതേപോലെ ഒരാൾ നമ്മൾ വിശ്വസിച്ചാലോ? ആലിമുൽ ഗൈബുമാണ്, ആലിമു ഷഹാദുമാണ്, രണ്ടും അറിയുന്നവനായ ഒരു മനുഷ്യനുണ്ട്, ഒരു സൃഷ്ടിയുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാലോ? അപ്പൊ എന്തായി? അള്ളാഹുവിന് തമായി. ആലിമുൽ ഗൈബി വ ഷഹാദ അള്ളാന്റെ സിഫത്താണ്. അതേപോലെ ഷഹാദത്തും ഗൈബിയായ കാര്യങ്ങളും അറിയുന്നവനായ ഒരാൾ ഈ ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശേഷണം അള്ളാഹ്ക്ക് സമായി. അപ്പൊ എന്തായി? ശിർക്ക് വന്നു. അള്ളാഹുവിന്റെ സിഫത്തിൽ അവൻ പങ്കാളിയാക്കി. സിഫത്തിൽ പങ്കാളിയാക്കി എന്താ? മുശ്രിക്കായി. ലളിതമായ കാര്യമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ ഇങ്ങനെ പോകുന്നവരായ ആളുകളൊക്കെ സ്ഥിതി എന്താ? അവിടെ ആലിമുൽ ഗൈബുണ്ട്, അവിടെ ഇൽമുൽ ഗൈബുണ്ട്, അവിടെ നമ്മൾക്ക് കാര്യം പറഞ്ഞുതരാൻ പറ്റിയ ആൾക്കാരുണ്ട് എന്നീ പോകുന്നവരായ ആളുകൾ, മഹാഭൂരിപക്ഷം വലിയൊരു വിഭാഗം ആളുകൾ ചെന്ന് പെടുന്നത് എവിടെയാണ്? തനിച്ച ശിർക്കിലാണ്, കുഫറിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന അറിവാണ്. എന്ത്? ഗൈബിയായ കാര്യങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികൾക്കുള്ളതല്ല. ഇനി അക്കാര്യം അല്ലാഹു തആല വളരെ ഖണ്ഡിതമായി പഠിപ്പിക്കുന്നു. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. എന്താ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ റസൂലുള്ളാഹിനോട്? ലാ യഅലം, അറിയുകയില്ല, മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവൻ, മൻ, അങ്ങനെയുള്ള ആരും അറിയുകയില്ല. അൽ ഗൈബ, അദൃശ്യങ്ങളെ അറിയുകയില്ല, ഗൈബിയായ അറിവുകൾ ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹ്ക്കല്ലാതെ. അപ്പൊ അല്ലാഹ്ക്ക് മാത്രമുള്ളതും അല്ലാഹു അല്ലാത്തവർക്ക് ആർക്കും ഇല്ലാത്തതുമാണ് എന്ത്? ഗൈബിയായ അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ആരൊക്കെ പെട്ടു? അമ്പിയാക്കന്മാർ പെട്ടു, ഔലിയാക്കന്മാർ പെട്ടു, മലായിക്കത്തുകൾ പെട്ടു, അതുപോലെ തന്നെ ജിന്നുകൾ പെട്ടു, മലക്കുകൾ പെട്ടു. അള്ളാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ട ഒരാൾക്കും എന്തില്ല? ഗൈബിയായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയുകയില്ല എന്ന് അള്ളാഹു പറയാം. മൻ ഫിസ് സമാവാതി വൽ അർളി എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. ഭൂമിയിലുള്ളവൻ പെട്ടു, ആകാശത്തിലുള്ളവൻ പെട്ടു, മലക്ക് പെട്ടു, ജിന്ന് പെട്ടു, എല്ലാ സൃഷ്ടിജാലങ്ങളും പെട്ടു. ഒരാൾക്കും ഗൈബിയായ അറിവില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവർ ഏത് നിമിഷത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർക്കറിയില്ല. ഒരാൾക്കും അറിയില്ല. എപ്പോഴാണ് മരിക്കുക, എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാക്കുക, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക, ഇതൊന്നും, ഇതിനെക്കുറിച്ചൊന്നുള്ള ഒരു വിവരവും ഒരു നബിക്കുമില്ല, ഒരു മലക്കിനുമില്ല, അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടികൾക്കുമില്ല. പിന്നെ ആർക്കേ അതറിയൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ ഇത് അള്ളാഹു തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചു. എന്തിനാണ് ഇത് പഠിപ്പിച്ചത്? അങ്ങനെ ഒരാളുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട. ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ സംബന്ധിച്ചും അവന് ഗൈബിയായ അറിവുള്ളവനാകുന്നു എന്ന് വിശ്വസിക്കേണ്ടതില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലൊരു വിശ്വാസം അവനിലായി, അതുവഴി അവൻ മുശ്രിക്കായി തീർന്നു എന്നാണ് വരിക. ഇനി അല്ലാഹു തആല ഈ പറഞ്ഞിട്ടുള്ള ആശയത്തെ മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്ത് വെച്ചുകൊണ്ട് പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിലുള്ള ആയത്തുകൾ വെച്ചുകൊണ്ട് പറയാണ്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസ് ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വഇൻദഹു, അവന്റെ അടുക്കാണുള്ളത്. ആരടുക്കല്? അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. എന്ത്? മഫാത്തിഹുൽ ഗൈബി, അദൃശ്യങ്ങളുടെ ഖജനാവുകൾ. മഫാത്തിഹ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥാണ്. മിഫ്താഹ് എന്ന് പറഞ്ഞാൽ തുറക്കണ സാധനം, താക്കോല് എന്നർത്ഥം. താക്കോല് എന്നർത്ഥം പറയാം. അതുപോലെ താക്കോല് കൊണ്ട് തുറന്നാ കിട്ടുന്ന ഖജനാവ് എന്നും പറയാം. അപ്പൊ അദൃശ്യം എന്ന് പറയുന്ന ഒരു വലിയ ഖജനാവാണ്. ആ ഖജനാവ് അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. അതിന്റെ താക്കോല് അള്ളാന്റെ കയ്യിലാണുള്ളത്. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഒരാൾക്കും അള്ളാഹുവിന്റെ ഖജനാവിൽ എന്തുണ്ട് എന്നറിയില്ല. അത് അള്ളാഹ് പറഞ്ഞതാ.
അള്ള ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളാനെ ധിക്കരിക്കലാണത്. പിന്നെ അല്ലാഹു തആല പറയുന്നു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലുള്ളത് എന്താണെന്നും കരയിലുള്ളത് എന്താണെന്നും അവനറിയാം. അതിലുള്ള നിഗൂഢതകൾ എന്തെന്ന് നമുക്കറിയോ? കടൽ എന്ന് പറഞ്ഞത് മഹാപ്രതിഭാസമാണ്. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ പ്രതിഭാസങ്ങളുണ്ട്, എങ്ങനെ പുറപ്പെടുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, ലോകത്താർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ടതാണ്. പിന്നെയോ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഈ അണ്ഡകടാഹങ്ങൾ ഈ ഭൂമിയിൽ അഷ്ടദിക്കുകളിൽ എവിടെയെങ്കിലും വല്ല ഏതെങ്കിലും ഒരു മരത്തിന്റെ മുമ്പിൽ നിന്നും ഒരു ഇല കൊഴിഞ്ഞാൽ ആ ഇല കൊഴിയുന്നതിനെ കുറിച്ച് അള്ളാഹ്ക്കറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവന് അള്ളാന്റെ അറിവില്ലാതെ ഒരു ഇല കൊഴിയുന്നില്ല, ഒരു ചലനങ്ങളും ലോകത്ത് സംഭവിക്കുന്നില്ല. അത് അള്ളാഹുവിന്റെ ഇൽമാണ്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർള്, ഭൂമിയുടെ ഇരുണ്ട ഭാഗങ്ങൾക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു ഹബ്ബത്തുണ്ടെങ്കിൽ, ഒരു ധാന്യമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടാണ്. അതൊന്നും അള്ളാഹ് അറിയാത്തവനാണ് വിചാരിക്കണ്ട. പിന്നെയോ വലാ റത്ബിൻ വലാ യാബിസിൻ, ഉണങ്ങിയതോ പച്ചയായതുമായ ഒരു സാധനവുമില്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അതൊക്കെ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ദുനിയാവ് ഉണ്ടായത് മുതൽ അവസാനിക്കുന്നത് വരെ എവിടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലുള്ളതേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. അതൊക്കെ അള്ളാഹുവിന്റെ ഇൽമാണ്. ആ ഇൽമ് അള്ളാഹുവിന്റേതാണ്. ആ ഗൈബ് അള്ളാഹുവിന്റേതാണ്. ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല. അതാണ് ഗൈബ്. ഇനി സൂറത്തുൽ ലുഖ്മാനിൽ 5 കാര്യങ്ങളെ പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാന്റെ അടുക്കലാണ് സാഅത്ത് എപ്പോഴാണ് എന്നതിന്റെ അറിവ്. സാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദുനിയാവ്, ഈ ലോകം അവസാനിക്കുന്ന ഒരു തീയതിയുണ്ട്. അത് അള്ളാഹ്ക്കറിയാം. അത് അള്ളാന്റെ മാത്രം അറിവാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചില്ലേ, മത്ത സാഅ, എപ്പോഴാണ് ഈ സാഅത്ത് വരാനുള്ളത്? ഒരാകാംക്ഷയാണ്, അറിയാനുള്ള ആകാംക്ഷ. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? വമാ അഅദത്തഹ, അത് വരുന്നതിന് മുമ്പ് അതിനെ നേരിടാൻ എന്താ നീ തയ്യാറാക്കി വെച്ചതെന്നാ. അല്ലാതെ ഇന്ന തീയതിയാകുന്നു റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. സഹാബത്തിനോട് ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഇൽമ് റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു ഇൽമില്ല, ലോകത്ത് ആർക്കും ഇല്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് ഗൈബാണ്. വയുനസ്സിലുൽ ഗൈസ, അവനാകുന്നു മഴ വർഷിപ്പിക്കുന്നത്. മഴ എവിടേക്കാ വർഷിക്കേണ്ടത്, എവിടേക്കാണ് അത് ഉണ്ടാകേണ്ടത്, എവിടേക്കാ ഉണ്ടാകാതിരിക്കേണ്ടത്, അതൊക്കെ അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. ആ അറിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രത്തിൽ ഉള്ള സംഗതി എന്ത്, അത് അള്ളാഹുവിന്റെ ഇൽമാണ്, വേറെ ആർക്കും അറിയാത്ത ഇൽമാണ്. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ ഒരാൾക്ക് എന്താണ് സമ്പാദിക്കാൻ കഴിയുക എന്നുള്ള ഇൽമ് ഒരാൾക്കും ഇല്ല. അത് അള്ളാന്റെ കയ്യിലുള്ള ഇൽമാണ്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ച് ഏത് നിമിഷമാണ് മരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരാൾക്കും അറിയില്ല. അതറിയുന്നവൻ അള്ളാഹുവാണ്. ഇന്നല്ലാഹ അലീമുൻ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഖബീറുൻ, അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അള്ളാഹ്ക്കല്ലാതെ വേറൊരാൾക്കും ആ അറിവ് ഇല്ലേ ഇല്ല. അപ്പൊ ഈ 5 കാര്യങ്ങളെ സംബന്ധിച്ച് അതേപോലെ മേലെ പറഞ്ഞ ആയത്തില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താണ്? വഹാദിഹിൽ ഗുയൂബു, ഈ പറയപ്പെട്ട അദൃശ്യമായ കാര്യങ്ങൾ, വനഹൂഹ, അതേപോലെയുള്ള കാര്യങ്ങളും, ഇഖ്തസ്സല്ലാഹു ബിഇൽമിഹാ, അത് അള്ളാഹു മാത്രം, അള്ളാഹുവിൽ മാത്രം പരിമിതമാക്കി വെച്ചിട്ടുള്ള ഇൽമാണ്, അറിവാണ്. ഫലം യഅലംഹാ, അതറിഞ്ഞിട്ടില്ല. ആ പറഞ്ഞ ഇൽമ് അറിഞ്ഞിട്ടില്ല. മലക്കുൻ മുഖറബുൻ, അള്ളാന്റെ അടുക്കൽ മുഖറബായ മലക്കിന് അറിയാൻ പറ്റൂല. വലാ നബിയ്യുൻ മുർസലുൻ, അള്ളാഹു തആല നബിയായി നിയോഗിച്ചിട്ടുള്ള റസൂലുമാർക്കും അറിയില്ല. അപ്പൊ ഏറ്റവും അറിയാൻ യോഗ്യന്മാരാരാണ്? മുഖറബികളായ മലക്കുകളാണ്. പിന്നെ ദുനിയാവിലേക്ക് അള്ളാഹു നിയോഗിക്കുന്ന റസൂലുമാരാണ്. അവർക്കാർക്കും എന്തറിയില്ല, ഈ പറഞ്ഞ അറിവില്ല. ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിന്റെ ഗൈബിയായ കാര്യങ്ങളാണ്. അപ്പൊ ഈ ഗൈബ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ അള്ളാഹു തആല നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലുള്ള ആരും തന്നെ ഗൈബ് അറിയില്ല. അപ്പൊ അള്ളാഹു മാത്രം അറിയുന്ന, അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ പറ്റാത്ത കാര്യമാണെന്ത്? ഗൈബ്.
അപ്പോ ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ പോക്കറ്റിൽ കുറെ പൈസ ഉണ്ട്. എന്റെ പോക്കറ്റിലുള്ള പൈസ എത്രയെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയോ? ഇല്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് എന്റെ പോക്കറ്റിലുള്ള പൈസ എത്ര ഉണ്ടെന്നുള്ളത് ഗൈബാണ്, അദൃശ്യമായ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമല്ല, ഞാൻ അറിയുന്ന എനിക്ക് ബോധ്യമുണ്ട്. അപ്പോ അള്ളാഹു മാത്രമേ അറിയൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം അറിയുന്ന ആ ഗൈബിൽ പെടുവോ ഇത് എന്റെ കീശയിലുള്ള പോക്കറ്റിലെ പൈസ എത്ര ഉണ്ട് എന്നുള്ളത്? അത് എനിക്കും കൂടി അറിയുന്നതാണ്, അള്ളാഹ്ക്ക് മാത്രം അറിയുന്നതല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിലുള്ളത് അദൃശ്യമാണ്. അതിന് ഗൈബ് ഇലാഫി എന്നാ പറയാ, ആപേക്ഷികമായ ഗൈബ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കും അറിയില്ല. ഒരാൾക്കും അറിയാൻ പറ്റാത്ത ഗൈബിയായ കാര്യങ്ങൾക്ക് ഹഖീഖിയായ ഗൈബ് എന്നാ പറയാ. എന്നാൽ ചില ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ അങ്ങാടിയിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇവിടുന്ന് അറിയുന്നില്ല, എന്നാൽ അങ്ങാടിയുള്ള 10 ആൾക്കാർ അറിയില്ലേ? അറിയും. എന്നെ സംബന്ധിച്ച് അത് ഗൈബാണ്, ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ഗൈബല്ല. അപ്പൊ ഈ ഗൈബ് ഇലാഫി എന്ന് പറയും. ഇത് ലേശം സങ്കീർണമാ, അത്ര സങ്കീർണമല്ലെങ്കിലും അല്പം ഗഹനതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. അപ്പോ ഈ തരത്തിലുള്ള ഗൈബിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞേ. ഇതെന്താണ്? ഹഖീഖിയായ ഗൈബാണ്. ഈ പറഞ്ഞ ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് ആർക്കും അറിയാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. സാധാരണഗതിയിൽ പല ആൾക്കാർക്കുള്ള സംശയമാണ്. ഈ ആയത്ത് പറഞ്ഞു നോക്കുമ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? വയുനസിലുൽ ഗൈസ, മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, അതാർക്കും അറിയാൻ കഴിയില്ല. അപ്പൊ നമ്മള് മനസ്സിലാക്കുന്നുണ്ടല്ലോ. എന്താ മനസ്സിലാക്കുന്നത്? കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യുന്നവരായ ആളുകൾക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ പറയാൻ പറ്റുന്നുണ്ട്. ഇന്നാലിന്ന സമയങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്, ഇന്നാലിന്റെ സ്ഥലത്തേക്ക് കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ? ചിലപ്പോ അത് പരിപൂർണമായി നടക്കുകയും ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇന്നാലിന്റെ മഴ സമയത്ത് മഴ വർഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ സംഭവിക്കുന്നില്ലേ? കാറ്റടിക്കുന്നില്ലേ? അതൊക്കെ മുൻകൂട്ടി പറയലല്ലേ എന്നൊരു സംശയം, സ്വാഭാവികമായ സംശയമാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു സംഗതി ഇന്നാലിന്ന ദിവസം സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാന്നുള്ളതാണ് എന്ത് ഗൈബ് പറയാ. ഇത് ഉറപ്പിച്ചു പറയലല്ല. പിന്നെന്താണ്? മനുഷ്യന്റെ അനുഭവ പരിചയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഡിക്റ്റ് ചെയ്യാണ്. അത് ആർക്കും സാധ്യമാകും, അതിനെപ്പറ്റി വിവരമുള്ള ആൾക്കാർക്ക് സാധ്യമാകും. ഇപ്പൊ ഉദാഹരണത്തിന് നല്ല കഴിവുള്ള ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ നമ്മുടെ കൈ പിടിക്കും, കൈയിന്റെ ഞരമ്പ് പിടിച്ചിട്ട് ഞെക്കി നോക്കും, നമ്മളെ പൾസ് റേറ്റ് മനസ്സിലാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ഈ പെണ്ണിന്റെ വയറ്റിൽ ഒരു മുഴയുണ്ട് എന്ന് പറയാൻ അയാൾക്ക് കഴിയും. അങ്ങനെ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. കൈ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വയറ്റ് കിടക്കുന്ന മുഴയെപ്പറ്റി പറഞ്ഞു. എങ്ങനെയാണത്? അത് അനുഭവജ്ഞാനമാണ്. അതുപോലെ ഒരു രോഗവിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നെഞ്ചിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് നിരീക്ഷിക്കാൻ പറ്റും ഇത് ഇന്നാലിന്ന രോഗമാണ്. അത് ഗൈബിയായ കാര്യം പറയലാണോ? അല്ല, മറിച്ചെന്താ? അയാളുടെ അനുഭവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയലാണ്. അതേപോലെ തന്നെ 25 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇന്നാലിന്റെ പ്രദേശത്ത് എന്തുണ്ട്? വലിയൊരു സൂര്യഗ്രഹണം സംഭവിക്കാനുണ്ട്, മുൻകൂട്ടി പ്രവചിക്കും. അത് പ്രവചനമല്ല, പിന്നെന്താണ്? അനുഭവമാണ്. സൂര്യചന്ദ്രന്മാരുടെ കൃത്യമായ ചലനങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾക്ക് ഇപ്പൊ തന്നെ കണക്കുകൂട്ടിയിട്ട് പറയാം ഇന്നാലിന്റെ സമയത്ത് ഇന്ന സ്ഥലത്ത് സംഭവിക്കാനുണ്ട്. അതെന്തല്ല? പ്രവചനമല്ല, അതൊരു കണക്കാണ്, കൃത്യതയാണ്. അതൊന്നും ഗൈബ് പറയലല്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗൈബാണ്. ആ അറിവുള്ളവർക്ക് ഗൈബാണോ? അല്ല, ഗൈബ് ഇലാഫിയാണ്. അവനെ ഗൈബ്, അങ്ങനെയാണ് ഗൈബ് ഇലാഫിയാകുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നതായ പ്രശ്നം. അതൊന്നും അറിയാത്തവരായ ആളുകൾക്ക് എന്തുണ്ട്? ആളുകൾക്കിടയിൽ ഖുർആനിൽ അങ്ങനെ ഉണ്ടല്ലോ, അത് തെറ്റാണല്ലോ എന്നൊക്കെ പറയാം. പിന്നെ വേറെ സംഭവം എന്താ? വയഅലമു മാഫിൽ, പിന്നെന്താ? വയഅലമു മാഫിൽ അർഹാം, അർഹാമിലുള്ളത് അള്ളാഹു മാത്രമേ അറിയൂ എന്ന് പറഞ്ഞാൽ ഇന്ന് അറിയുന്നുണ്ടല്ലോ. നമ്മൾ പറയുന്നില്ലേ? ജനിച്ച് പിന്നെ വയറ്റിലാകുന്ന ആ സമയം മുതൽ നിരീക്ഷിക്കുന്നവരായ ആളുകൾക്ക് കൃത്യമായ സമയം കഴിഞ്ഞാൽ വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ, അവന് വൈകല്യങ്ങളുണ്ടോ ഇല്ലേ എന്നൊക്കെ മുൻകൂട്ടി പറയാൻ പറ്റും. പള്ളനുള്ളിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിക്കും പള്ളനുള്ളിലുള്ള കാര്യം പറഞ്ഞല്ലോ, അള്ള പറഞ്ഞ അള്ളാഹ്ക്ക് മാത്രമേ അറിയുന്നു, എന്നാൽ ഡോക്ടർ പറയുന്നുണ്ടല്ലോ. സംശയിക്കേണ്ടതില്ല. അത് ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ണോട് നോക്കിക്കാണാണ്. ആ പഞ്ചേന്ദ്രിയകൾക്ക് വിധേയാണ്. അവന്റെ വയറ്റിലുള്ള സാധനം എന്ത് എന്ന് പുറമെ നിന്ന് നോക്കി അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ്, സൗകര്യം ഇന്നുണ്ട്. അതുകൊണ്ടാണ്. എന്നാൽ അള്ള പറഞ്ഞ എന്താണ്? ആണോ പെണ്ണോ നോക്കി മനസ്സിലാക്കലല്ല. യഅലമു മാഫിൽ അർഹാം, ഗർഭപാത്രത്തിലുള്ളത് അവൻ അറിയാന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവമുള്ളത്? ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ കേവലം ആണും പെണ്ണും അറിയൽ വിഷയം മാത്രമാണോ? ഒരു മനുഷ്യൻ പിന്നെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക്
കേവലം ഒരു ബീജമായി സ്രവിപ്പിക്കപ്പെടുന്ന ആ സമയം മുതൽ വളർന്ന് അത് 9 മാസവും 10 ദിവസവുമായി പൂർണ്ണ വളർച്ചയെത്തി പുറത്തേക്ക് വന്ന് പിന്നെ എത്ര കാലം ജീവിക്കുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും മനുഷ്യന് പ്രവചിക്കാൻ കഴിയുന്നതല്ല, മനുഷ്യന് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റുന്നതുമല്ല. അതൊക്കെ അള്ളാന്റെ കോടതിയിലുള്ള, അത് അള്ളാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചതിനനുസരിച്ച് നടക്കാൻ പോകുന്നുള്ളൂ. അതാകുന്നു ഈ പറഞ്ഞത്. അല്ലാണ്ട് ആ കുട്ടിയാണോ പെണ്ണോ എന്ന് അറിയുന്നില്ല, അല്ല. മറിച്ച് ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം കാര്യമുണ്ടോ, ആ കുട്ടി ജനിച്ചു വളർന്ന് മരിക്കുന്നത് വരെ എന്തൊക്കെ സംഭവിക്കാനുണ്ട്, രോഗിയാണോ അല്ലേ, എന്ത് ഒക്കെ അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം. ആ അറിവ് ആർക്കില്ല? ലോകത്തൊരു ശാസ്ത്രകാരനുമില്ല, ഒരു അറിവുള്ളവനുമില്ല, ഒരു ബോധ്യമുള്ളവനുമില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിങ്കൽ മാത്രം നിക്ഷിപ്തമായി കിടക്കുന്ന അറിവുകളാണ്. അതൊന്നും അള്ളാഹു അല്ലാതെ ഒരാൾക്കും അറിയാൻ കഴിയുന്നതല്ല. അങ്ങനെ അറിയുന്നു വിശ്വസിക്കാനും പാടില്ല. വിശ്വസിക്കുന്നതാണ് എന്ത്? കുഫറിലായി പോകുന്ന കാര്യം. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഇനി മാത്രല്ല, നമ്മളിപ്പോ വിശ്വസിക്കും, പല ആൾക്കാരെ കുറിച്ചും പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ടല്ലോ. അയാളെടുത്ത് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ എന്ന് പല ആൾക്കാരെ പറ്റി വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ വിശ്വസിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആളാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാണ്. റസൂലുള്ളാഹിനെ പറ്റി നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറഞ്ഞു, എന്ത്? ഖുൽ ലാ അംലികു നഫ്സി നഫ്അൻ വലാ ദർറാ ഇല്ലാ മാ ശാ അല്ലാഹ്. സൂറത്ത് അഅറാഫിന്റെ 188-ാമത്തെ ആയത്ത് എന്താ പറയുന്നത്? ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ലാ അംലികു നഫ്സി, ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉടമപ്പെടുത്തുന്നില്ല കേട്ടോ, നഫ്അൻ വലാ ദർറൻ, ഒരു ഗുണമോ ദോഷമോ. എന്നാൽ ഞാൻ തന്നെ ചെയ്തുകൊണ്ടൊരു ഗുണമോ ദോഷമോ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ഇല്ലാ മാ ശാ അല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാന്റെ നിശ്ചയാണ്. അള്ളാഹുവിന്റെ റസൂലും അതിനൊഴിവല്ല, അള്ളാഹുവിന്റെ റസൂലും അതിനൊഴിവല്ല. ഒരു ഗുണം ഉണ്ടാകണോ ദോഷം ഉണ്ടാകണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം നിൽക്കുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല. വലൗ കുൻതു അഅലമുൽ ഗൈബ, പിന്നെ പറയുന്ന കാര്യം എന്താ? വലൗ കുൻതു അഅലമുൽ ഗൈബ, ഞാൻ ഗൈബിയായ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂ, എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുമായിരുന്നു, എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നില്ല. എന്തുണ്ടെങ്കിൽ ഇൽമുൽ ഗൈബ്, മുൻകൂട്ടി കാര്യങ്ങളൊക്കെ അറിയാണെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല. എന്ത്? ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം. എങ്ങനെയാ? ഇപ്പൊ പൊന്നിനെന്താ വില? ഒരു പവൻ സ്വർണം കിട്ടണം എന്താ വില? 50,000 രൂപ കൊടുക്കണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പോ 25,000 രൂപ കൊടുത്താൽ ഒരു പവൻ സ്വർണം കിട്ടും. അപ്പൊ ഒരാള് അന്ന് കാണെ 25,000 രൂപക്ക് സ്വർണം കിട്ടുന്ന സമയത്ത് ഒരാള് വിചാരിക്കാണ് ഇന്നാലിന്ന ദിവസം മുതൽ സ്വർണത്തിന് വില കൂടാനുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞാലോ, ഓനുള്ള സ്വത്ത് മുഴുവൻ അവിടെ വിറ്റിട്ട് എന്ത് ചെയ്യാ? സ്വർണം വാരി കൂട്ടിയാൽ മതി, ഡബിൾക്ക് വിൽക്കുക. അപ്പൊ എന്താ നേട്ടാണ്? ഗൈബിയായ കാര്യം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ഭാവിയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അതിനുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാം, പൈസ വാരിക്കൂട്ടാം, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം. അതാ റസൂൽ പറയാൻ പറയണത്. ഞാൻ അങ്ങനെ ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, എനിക്ക് പിന്നെ ബുദ്ധിമുട്ട് ബാധിക്കില്ല. ബുദ്ധിമുട്ട് ബാധിക്കൽ എങ്ങനെയാ? ചൂരൽമലയിൽ ഉരുള് പൊട്ടുന്ന ആ ദിവസത്തിന്റെ തൊട്ട് മുമ്പെയുള്ള സമയം ഒരു വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ചു വരുത്തി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല സൊറ പറഞ്ഞ് വളരെ സന്തോഷത്തിൽ ആഹ്ലാദിച്ച് ആ മനുഷ്യന്മാര് കിടന്നുറങ്ങാൻ. പിറ്റേന്ന് രാവിലെ ആയപ്പോ മണ്ണിന്റെ അടിയിലാണ്, ഒരാൾ രക്ഷപ്പെട്ടില്ല. അവർക്ക് നേരത്തെ തന്നെ വിവരമുണ്ട് നോക്കുക, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സാധ്യത ഉണ്ട് എന്ന് അവർക്ക് മുൻകൂട്ടി ധാരണ ഉണ്ടെങ്കിലോ വൈ പറഞ്ഞിരുന്നെങ്കിലോ ഒരാൾ നിൽക്കുവോ? ഇല്ല, അവിടെ നിന്നെങ്കിലും തടിയെടുക്കും. അതാ പറയുന്നത്, വൈബ് അറിഞ്ഞിരുന്നു എങ്കിൽ, എനിക്കങ്ങനെ വൈബ് അറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ എന്താകൂല, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ബുദ്ധിമുട്ടില്ലാതിരിക്കാനും നേട്ടങ്ങൾ വാരിക്കൂട്ടാനും എന്തിനു കൊണ്ട് കഴിയും? വൈബിയായ കാര്യങ്ങൾ അറിഞ്ഞാൽ കഴിയും. എനിക്കത് അറിയൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ എനിക്കതറിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് പോലും അറിയുകയില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂലിന് താഴെയുള്ളവരായ ആർക്കെങ്കിലും അറിയുമെന്നൊരാൾ വിശ്വസിച്ചാൽ അതെന്താ? ഖുർആനിന്റെ വിശ്വാസത്തിനെതിരായ ഒരു വിശ്വാസം അയാൾ വെച്ച് പുലർത്തിയെന്നർത്ഥം. അതിന്റെ അർത്ഥം എന്താ? കുഫ്ർ എന്നാ. അല്ലല്ല എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട് നൃത്തം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ ധിക്കരിച്ച് അവൻ കുഫറിൽ ചാടി.
നേരത്തെ പറഞ്ഞതോ അള്ളാഹുവിനെ പോലെ അറിയാൻ കഴിയുന്ന പറഞ്ഞാൽ മുശ്രിക്കുമായി. അപ്പൊ മുശ്രിക്കുമായി കാഫറുമായി. രണ്ടും ഒരുപോലെ സംഭവിക്കുന്ന ഒരു വിഷയമാണ് എന്ത്? ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് അറിയാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിക്കൽ എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് ആരെങ്കിലും ഈ സമുദായത്തിൽ ഇത് കാണുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ. എത്ര ആൾക്കാർ പാണന്മാരടുത്തും വേലന്മാരടുത്തും ജോത്സ്യന്മാരടുത്തും പോയി കാണിട്ട് പൈസ കൊടുക്കുകയും വിശ്വാസം വിൽപ്പന നടത്തുകയും നരകം വാങ്ങുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിലല്ലേ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് ഖുർആൻ എന്താണെന്നറിയില്ല, ദീനുൽ ഇസ്ലാം എന്താണെന്നറിയില്ല. അവൻ പറഞ്ഞൊക്കെ കേൾക്കുക, അതിന് പിന്നാലെ പോവുക, എന്നിട്ട് കുഫറിൽ ചാടുക. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട കാര്യമാണിതൊക്കെ. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്നുണ്ടോ? വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ആ ഗൗരവത്തെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാന്നുള്ള മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബാധ്യതകളെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പറയുന്നത്? വല്ലവനും ഒരു കാഹിനിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഒരു അറാഫിന്റെ അടുത്ത് പോയി, എന്നിട്ട് അയാളോട് വല്ല കാര്യങ്ങളും ചോദിച്ചു, അയാൾ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ, അവൻ അവിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിലും സുന്നത്തിലും അവൻ അവിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരാ കാഹിൻ എന്ന് പറഞ്ഞാൽ? അൽ കാഹിൻ എന്ന് പറഞ്ഞാൽ യദ്ദഈ അൽ ഗൈബ, എനിക്ക് അദൃശ്യജ്ഞാനം അറിയുന്നവനാണെന്ന് വാദിക്കുന്നവനാണ്. ജ്യോത്സ്യന്മാര്, കണക്ക് നോട്ടക്കാര്, പാണന്മാര്, വേലന്മാര്, ആ കൂട്ടത്തിൽ കുറച്ച് തങ്ങന്മാര് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ടല്ലോ. ഇത് വാദിക്കുന്നവരായ ആൾ ആരാണെങ്കിലും ഓന്റെ പേര് മാപ്പിളയാണോ അല്ലാത്തോന്നാണ് നല്ല വിഷയം. എന്ത് പേരിൽ അറിയപ്പെട്ടവനാണെങ്കിലും ശരി, യദ്ദഈ അൽ ഗൈബ, ഗൈബ് വാദിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നവൻ ആരാണെങ്കിലും, അതുപോലെ തന്നെ വയഖ്ബാറിൽ മുസ്തഖ്ബില, ഭാവി കാര്യങ്ങൾ പറഞ്ഞു തരുന്നവനാണ് എന്ന് ഒരുത്തൻ വാദിച്ചാൽ അവനെ കുറിച്ചാണ് എന്താ പറയാ, അപ്പൊ മാരിഫത്തുൽ അസ്റാർ, രഹസ്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നവനാണെന്ന് ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ അവനാണ് ആര്? കാഹിൻ. വേറൊരുത്തണ്ട്, അവനാരാന്നറിയോ? അവനാണ് അറാഫ് എന്ന് പറയാ. അറാഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കളഞ്ഞുപോയ സ്വത്ത്, പിന്നെ മാല വീണുപോയി, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി, ഇതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി പറ്റുന്ന ചില ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയും അവനോട് ചോദിക്കുകയും ചെയ്യാം. അവൻ പറയും അവൻ ഇങ്ങനെ ഉണ്ട്, അവിടെ ഉണ്ട്, ആടാണ്, ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ഫിത്നയിൽ ചാടിക്കുന്നവരായ ആളുകളുണ്ട്. ആ രണ്ട് കൂട്ടരെടുത്തും പോയാൽ ഇതെന്തിനാ പോണത്? അദൃശ്യം അറിയാനാ പോണത്. അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമുള്ളതായ ഒരു കാര്യത്തിന് അറിയാൻ കഴിയുന്നവനാണ് ഇവന് എന്ന് വിചാരിച്ച് പോവുകയാണ് എങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? ഫഖദ് കഫറ, കാഫിറായി. എത്ര ഗൗരവത്തിലാ! ഇസ്ലാമിനെ പുറത്തു പോയിന്നില്ല. ചെയ്യുന്നത് എന്തേ? വളരെ ലോലമായ, നിസ്സാരമായ, ലളിതമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ വിശ്വാസത്തിന് വിരുദ്ധമായ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് ഇവന്റെ വിശ്വാസമായി വരുന്നത് കൊണ്ട് അവൻ കാഫറും മുശ്രിക്കും മുർത്തദ്ദും ഒക്കെ ആയി പോവുകയാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിൽ നല്ല തൊപ്പിയിട്ട് ആള് നടക്കുന്നുണ്ടാവും, പക്ഷെ പറഞ്ഞിട്ടില്ല, ഹഖീഖത്തിൽ കാഫറായി പോയി. അതാണ് ഗൗരവം. ഇതൊന്നും ആരും അറിയുന്നില്ല, ആർക്കും ഇതിനെപ്പറ്റി ബോധ്യമല്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ട്, മനസ്സിലാക്കിയിട്ടില്ലേ നമ്മൾ രക്ഷപ്പെടൂല. നമ്മൾ രക്ഷപ്പെടണം, നമ്മുടെ കുടുംബം രക്ഷപ്പെടണം, നമ്മുടെ സമൂഹം രക്ഷപ്പെടണം, നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരും രക്ഷപ്പെടണം എന്ന നസീഹത്ത് നമുക്കെല്ലാവരോടും ഉണ്ടാകണം. അതനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടുള്ള ആ നിലപാടുകളൊക്കെ ശരിയായി നമ്മുടെ ജീവിതത്തിൽ പുലർത്തുകയും പാലിക്കുകയും അതുവഴി അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നരകത്തിന്റെ അവകാശികളായി പോകാൻ ആരും മെനക്കെടരുത്. അതിനുള്ള വഴി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا توفنا